പ്രോൺസ് ഞാൻ ഡീവെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെയിൻ നമ്മൾ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വയറിന് അസുഖം ഉണ്ടാക്കും. ഇതിൻ്റെ ടെയിൽ ഞാൻ കളഞ്ഞിട്ടില്ല. ഹെഡ് പോർഷൻ കൂടി വേണമെന്നുള്ളവർക്ക് എടുക്കാം. പ്രോൺസ് കഴുകിയതിന് ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാൻ മറക്കരുത്. ഒരു പാനിലേക്ക് ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ഇട്ടുകൊടുത്തു. അടുത്തതായി കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. ഈ റെസിപ്പിയിൽ പച്ചമുളക്, കുരുമുളക്, സവാള, ചെറിയ ഉള്ളി ഇതൊന്നും ചേർക്കുന്നില്ല. ഇനി ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി അഡീഷണൽ ആയിട്ട് ചേർക്കണം. ഗരം മസാലയിലുണ്ട്, എന്നാലും കുറച്ചുകൂടി ചേർത്തതാണ്. ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കുകയാണ്. പ്രോൺസ് വേകാൻ ആവശ്യമായ വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി പ്രോൺസ് അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇത്രയും വലിപ്പമില്ലാത്ത ഷ്രിംപ്സ് ഇല്ലേ, ചെമ്മീൻ, അതും ഇതേമാതിരി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചെമ്മീനിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ആ പ്രോൺസിൽ ആ അരപ്പെല്ലാം ഒന്ന് പുരട്ടിയെടുക്കുകയാണ്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. 5 മിനിറ്റിൽ കൂടുതൽ വേവിക്കരുത്. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ആ പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും പഴയതുപോലെ അടച്ചു വെച്ച് വേവിക്കണം. ഒരു 3 മിനിറ്റോളം കഴിയുമ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്യണം. അപ്പോഴേക്കും അത് വറ്റി തുടങ്ങും. വറ്റുന്നതിനനുസരിച്ച് അരപ്പ് പ്രോൺസിലേക്ക് ഒതുക്കി കൊടുക്കണം. അരപ്പ് പ്രോൺസിൽ കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഗ്രേവി പ്രോൺസിൽ നല്ലതുപോലെ കോട്ടായി കഴിഞ്ഞു. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം പ്രോൺസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ അരപ്പിൻ്റെ കോട്ടിംഗ് കരിഞ്ഞു പോകും. പ്രോൺസ് ഇട്ട് കൊടുത്താലുടൻ മറിച്ചിടാനും പാടില്ല. ഒരു സൈഡ് ബ്രൗൺ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് അടുത്ത സൈഡും ബ്രൗൺ ആക്കി എടുക്കണം. പ്രോൺസ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ട് കഴിക്കാൻ സമയമാകുമ്പോൾ മാത്രം ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. 2 സൈഡും ബ്രൗൺ ആയി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ്. ഇത് ചോറിനും മറ്റു പലഹാരങ്ങൾക്കും സൈഡ് ഡിഷും ആക്കാം, പിന്നെ ആപ്പറ്റൈസറും ആക്കാം. എന്ന് പറഞ്ഞാൽ വെള്ളമടി പാർട്ടീസിന് ടച്ചിങ്സും ആക്കാം. അങ്ങനെ മസാല പ്രോൺസ് ഉലർത്ത് റെഡി. ആൽക്കഹോളിക് ബെവറേജസിനോടൊപ്പം ടച്ചിങ്സ് ആക്കാൻ മറക്കരുതേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.